യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ വലിയ നോമ്പിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ധാർമ്മിക പ്രബോധനങ്ങൾ നമ്മൾ പ്രധാനമായും കാണുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ്. ഇന്ന് സഭാമാതാവ് നമ്മുടെ പ്രഘോഷണത്തിൽ തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രധാനമായും 3 കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ആത്മീയ മനോഭാവം, രണ്ടാമതായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, മൂന്നാമതായി ഉപവാസത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും സഭ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, സുവിശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഈ സുവിശേഷ ഭാഗത്തു നിന്നും അന്വേഷിച്ച് കണ്ടെത്താം. യേശു പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ധർമ്മദാനം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, വൻകിട ബിസിനസ്സുകാരും കോർപ്പറേറ്റുകളും തങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, തങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാവങ്ങളെ സഹായിച്ച് അതിന് വലിയ മീഡിയ കവറേജ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ യേശു പറയുന്നു, നീ ദാനം ചെയ്യുമ്പോൾ നിന്റെ വലതു കൈ എന്താണ് ചെയ്യുന്നതെന്ന് ഇടതു കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിന്റെ ഉള്ളിലെ ആത്മീയ മനോഭാവത്തിനാണ് പ്രാധാന്യം. ലോകം മുഴുവനും കത്തോലിക്ക ഇടവകൾ കേന്ദ്രീകരിച്ച് നിശബ്ദമായി കോടിക്കണക്കിന് രൂപയുടെ ഉപവിപ്രവർത്തനങ്ങൾ പബ്ലിസിറ്റി സ്റ്റണ്ടില്ലാതെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് സെയിൻറ്റ് വിൻസെൻ്റ് ഡി പോൾ. എത്രയോ മാതൃകാപരമായ പ്രവർത്തനമാണ് അവരെ ലോകമെമ്പാടുമുള്ള ഇടവകകളിലൂടെ പാവങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ക്രിസ്തീയ മനോഭാവത്തോടുകൂടി വേണം നമ്മൾ മറ്റുള്ളവർക്ക് ദാനം നൽകുവാനെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. യേശു പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നിന്റെ മുറിയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് നീ കടക്കുക. നിന്റെ വാതിലുകൾ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുകൾ അടയ്ക്കുക. രഹസ്യമായി ശാന്തമായി നിന്റെ ആഗ്രഹങ്ങൾ ദൈവവുമായി പങ്കുവച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ ഇരട്ടിയാറ്റിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ധ്യാനം നടത്തുന്ന വൈദികർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ, അല്പം കൂടി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ, പോരാ അല്പം കൂടി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. യേശു പറയുന്ന രഹസ്യമായി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൺവെൻഷൻ അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനമല്ല, മറിച്ച് സമൂഹത്തെ വളർത്തുന്നതിനുള്ള ഒരു പ്രോഗ്രാം എന്ന രീതിയിലാണ് അത് നടത്തുന്നത്. സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്നത് ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള ഒരു ദൈവസ്തുതിപ്പ് തന്നെയാണ്. എന്താണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന? നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുമ്പോൾ
നമ്മളാരും അത് ഉറക്കെ വിളിച്ച് പറയാറില്ല. അപ്പോൾ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഉള്ളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ, ദൈവവുമായി ഇത് പങ്കുവയ്ക്കുമ്പോൾ, ആ ആഗ്രഹം തീക്ഷ്ണമാകുമ്പോൾ ദൈവം നമുക്കതെല്ലാം സാധിച്ചു തരുന്നു. നാളിതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ സ്വരമുയർത്തി പള്ളിയിൽ ആരും വിളിച്ചപേക്ഷിച്ച് പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു. നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്നു. നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ദൈവം അറിയുന്നു. നിൻ്റെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. ദൈവവുമായി നിനക്ക് നല്ലൊരു ആത്മീയ ബന്ധമുണ്ടെങ്കിൽ നിനക്കെല്ലാം ക്ഷിപ്ര സാധ്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഉപവാസത്തെക്കുറിച്ച് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു. ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക, അടുത്ത് വസിക്കുക എന്നുള്ളതാണ്. ദൈവവുമായി അടുത്ത് വസിക്കുക. ഈ ദിവസങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് മാർപ്പാപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മാർപ്പാപ്പ പറയുന്നു, മാംസം വർജിക്കുന്നതോ മത്സ്യം വർജിക്കുന്നതോ പാല് കുടിക്കാതിരിക്കുന്നതോ അല്ല ശരിയായിട്ടുള്ള ഉപവാസം. മറിച്ച് നമ്മുടെ തഴക്കദോഷങ്ങളെ, നമ്മളിലെ തിന്മകളെ ദൂരീകരിക്കുന്നതാണ്. മാംസം വർജിക്കുന്നതും മത്സ്യം വർജിക്കുന്നതും അതുപോലെ മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുന്നതും തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാനും ദൈവത്തോട് നമുക്ക് ചേർന്ന് നിന്ന് നന്മ പ്രവൃത്തികൾ ചെയ്യുവാനും നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മളെ, നമ്മുടെ മനസ്സിനെ അലയാതെ നിയന്ത്രിച്ച് നിർത്തി നല്ല കാര്യങ്ങൾക്കായി അതിനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നീ ഉപവസിക്കുമ്പോൾ ദൈവവുമായി നല്ല ബന്ധത്തിലാണ് നീ എന്നുള്ള ഒരു ബോധ്യം നിനക്കുണ്ടായിരിക്കട്ടെ. അവിടെ യേശു പറയുന്നു, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇങ്ങനെയുള്ള നല്ല ആത്മീയ ചിന്തകളാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ ഈ ധാർമ്മിക പ്രബോധനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഈ നോമ്പുകാലത്ത് ക്രമപ്പെടുത്തുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.